ഹായ് ടീച്ചേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സീറ്ററ്റിന്റെ അവസാന ഘട്ട പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. നിങ്ങൾ സീറ്ററ്റ് എക്സാമിന് ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്തെല്ലാമാണ്, OMR ഷീറ്റ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് OMR ഷീറ്റ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് റിയൽ OMR ഷീറ്റ് തന്നെയാണ്. അപ്പൊ ഈ OMR ഷീറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാം റോൾ നമ്പർ ഫില്ല് ചെയ്യാൻ, മെയിൻ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ ഫില്ല് ചെയ്യാൻ, അതുപോലെ ഒരു കോഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഫസ്റ്റ് നിങ്ങൾ റോൾ നമ്പർ ആണ് ഫില്ല് ചെയ്യേണ്ടത്. റോൾ നമ്പർ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ റോൾ നമ്പർ ആണ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോ എങ്ങനെയാണ് റോൾ നമ്പർ ഫില്ല് ചെയ്യുക? നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു OMR ഷീറ്റ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് 0, 1, 2, 3, 4, 6, 1, 1 എന്നാണ് നിങ്ങളുടെ കോഡ് എന്ന് വിചാരിക്കുക. അപ്പോ ഫസ്റ്റ് നിങ്ങൾ ഈ നമ്പർ ഇവിടെ മുകളിൽ എഴുതി വെക്കുക. ഫസ്റ്റ് ആ നമ്പർ നിങ്ങൾ മുകളിൽ എഴുതി വെക്കുക. അതിനുശേഷം ഫസ്റ്റ് നമ്പർ ഏതാണ്? 0 ആണ്. അപ്പോ 0 എന്നുള്ള സർക്കിളിന്റെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. സർക്കിൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 1 എന്നുണ്ടെങ്കിൽ 1ന്റെ താഴെയുള്ള സർക്കിൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 2 ആണ് അല്ലെ. അപ്പൊ ഈ 2ന്റെ താഴെയുള്ള നമ്പർ നിങ്ങൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 3 ആണ് നമ്പർ, 3 നിങ്ങൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 4 ആണ് നമ്പർ, 4 സർക്കിൾ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 6 ആണ്, അത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 1 ആണ് സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് 1 ആണ്, അതും സർക്കിൾ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? OMR ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, നിങ്ങൾ ആ സർക്കിളിന്റെ ഉള്ളിൽ ഞാൻ മാർക്ക് ചെയ്ത പോലെ അല്ല മാർക്ക് ചെയ്യേണ്ടത്. വൃത്തിയായിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരു സർക്കിൾ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നെക്സ്റ്റ് ഈ മെയിൻ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ അല്ലെ, അത് എവിടെയാണ് ഉണ്ടാവുക? അത് നിങ്ങളുടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, ആ ബുക്ക്ലെറ്റിന്റെ നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. അതിന്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മെയിൻ ബുക്ക്ലെറ്റിന് ഒരു കോഡ് ഉണ്ടാവും. M ആണ് കോഡ്. ആ കോഡ് നിങ്ങളുടെ OMR ഷീറ്റിൽ ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കും. M എന്നുള്ളത് ഇവിടെ ആരും എഴുതി കൊടുത്തതല്ല. ഇവിടെ ഓൾറെഡി ആ OMR ഷീറ്റിൽ M എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം ഒരു ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റിന്റെ ഉള്ളിലായിരിക്കും ഈ OMR ഷീറ്റ് ഉണ്ടാവുക. ആ ബുക്ക്ലെറ്റ് സീൽഡ് ആയിരിക്കും. ആ സീല് നിങ്ങൾ ഇൻവിജിലേറ്റർ പറയുന്നത് വരെ തുറക്കരുത്. എക്സാം തുടങ്ങുന്നതിന് മുൻപ് ഇൻവിജിലേറ്റർ എന്തായാലും ബുക്ക്ലെറ്റ് തുറന്നോളാൻ പറയും. അപ്പൊ മാത്രമേ നിങ്ങൾ ബുക്ക്ലെറ്റ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാത്രമേ നിങ്ങൾ OMR ഷീറ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ബുക്ക്ലെറ്റ് ഷീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാംഗ്വേജിന്റെ ബുക്ക്ലെറ്റുകൾ തരും. അപ്പോ ആ ബുക്ക്ലെറ്റ് ഷീറ്റിലും ഇതുപോലെ ഒരു കോഡ് ഉണ്ടാവും. അതിൽ നമ്പർ ഉണ്ടാവില്ല, പക്ഷെ കോഡായിരിക്കും ഉണ്ടാവുക. MLNO എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡായിരിക്കും ഉണ്ടാവുക. ആ കോഡാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഉണ്ടോ ബുക്ക്ലെറ്റർ? ഇവിടെ കണ്ടോ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തത്, ആ ലാംഗ്വേജ് തന്നെയാണോ നിങ്ങൾക്ക് ബുക്ക്ലെറ്റിൽ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിന്റെ കോഡ് നിങ്ങൾ ഇവിടെ എഴുതുക. മിക്കവാറും M തന്നെയായിരിക്കും നിങ്ങൾക്ക് കോഡായിട്ട് കിട്ടുക. M അല്ല കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവിജിലേറ്റർ ആദ്യം അറിയിക്കുക. നെക്സ്റ്റ് ഇപ്പൊ മുകളിലുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ലാസ്റ്റത്തെ ഭാഗത്ത് നിങ്ങൾക്ക് സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ സൈൻ ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുള്ളത് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ ആണ്. ഇവിടെ ഇൻവിജിലേറ്ററിന്റെ സൈന് നിർബന്ധമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ OMR ഷീറ്റിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് സൈൻ ചെയ്യിപ്പിക്കണം. നിങ്ങൾ എക്സാം കഴിഞ്ഞ് പോകുന്ന സമയത്തും അവരെന്തായാലും ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു കേസിൽ അവർ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ OMR ഷീറ്റ് വാലിഡ് ആവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞ് പോകുന്ന സമയത്തും നിങ്ങൾക്ക് ആ സൈൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സർക്കിള് ബബിൾ ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യേണ്ടത് എന്നുള്ളത് രീതി ഞാൻ പറഞ്ഞു തരാമെന്ന്. ഇപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ഉത്തരം നമുക്ക് കിട്ടിയേക്കുന്നത് 1 ആണെന്ന് വിചാരിച്ചോ, ഓപ്ഷൻ A ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോ 1ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. വേറെ ചിലവര് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നവരുണ്ട്, ഇങ്ങനെ വെട്ടിടുന്നവരുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള രീതികളാണ്. എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ഇതന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെയും ഇവിടെയും ആക്കി സെൻട്രൽ സ്പേസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ പുറത്തേക്കൊന്നും ഇതിങ്ങനെ മാർക്ക് ചെയ്ത് സ്പില്ല് ചെയ്ത് കളയാനും പാടില്ല. ഈ സർക്കിളിന്റെ ഉള്ളിൽ, ഇതാണ് ശരിയായിട്ടുള്ള വഴി, സർക്കിളിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ റെസ്പോൺസ് അടയാളപ്പെടുത്തേണ്ടത്, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യത്തെ 30 എണ്ണം, പിന്നത്തെ 30 എണ്ണം, പിന്നത്തെ 30 എണ്ണം, അങ്ങനെ 5 സെറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മാറിപ്പോയാൽ, ഒരു ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ പിന്നെ വരുന്ന ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ മാറിപ്പോവും. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CTET എന്ന് പറയുന്ന എക്സാമിന് നെഗറ്റീവ് മാർക്കുകളില്ല. ഒരുപാട് പേർക്ക് ഇപ്പോഴുള്ള സംശയമാണ്, നെഗറ്റീവ് മാർക്കുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് 1 മുതൽ 150 ക്വസ്റ്റ്യൻ വരെ ഉണ്ട്. ഈ 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഒരെണ്ണം പോലും നിങ്ങൾ മാർക്ക് ചെയ്യാതെ വിടരുത്. എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആ ഡൗട്ടിനനുസരിച്ച് മാർക്ക് ചെയ്തോളൂ. ഇനി അതല്ല, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ടുവെക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ബബിൾ ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് 31 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോ. നിങ്ങൾ ഈ ഒന്നാമത്തെ ആൻസർ തന്നെ, ഒന്നാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഓപ്ഷൻ A ആണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒന്നാമത്തെ ആൻസർ തന്നെ എല്ലാത്തിലും ബബിൾ ചെയ്ത് പോരുക. അതല്ലാതെ കുറച്ചെണ്ണം, അതല്ലാതെ അടുത്ത ഉത്തരം 1, പിന്നെ അടുത്ത ഉത്തരം 2, അടുത്ത ഉത്തരം 3, അടുത്ത ഉത്തരം 4 അങ്ങനെ ബബിൾ ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആവാനുള്ള ചാൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്ത് അത് തന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വരിക. അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി പ്രോബബിലിറ്റി കൂടുതൽ. ചെയ്ത എല്ലാത്തിനും മാർക്ക് കിട്ടും എന്നല്ല പറയുന്നത്, പ്രോബബിലിറ്റി അത് കറക്റ്റ് ആവാനുള്ള അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അതിലാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്, ഈ OMR ഷീറ്റിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ മാർക്കുകളൊന്നും ചെയ്യരുത്. പെണ്ണുകൊണ്ട് ഒരു മാർക്ക് പോലും അവിടെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. OMR ഷീറ്റ് വളരെ ശ്രദ്ധിച്ച്, വളരെ സാവകാശം, വളരെ ക്ഷമയോടുകൂടി എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പേപ്പർ 1, CTET പേപ്പർ 1 ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മാർക്ക് പാറ്റേൺ ആലോചിച്ച് വെക്കുക. ആദ്യം വരുന്ന 1 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് CDP, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ 31ാമത്തെ ചോദ്യം മുതൽ 90 ക്വസ്റ്റ്യൻ നമ്പർ 90 വരെ ഏതായിരിക്കും, EVSഉം മാത്സും ആയിരിക്കും. മാത്സ് ആൻഡ് EVS ആയിരിക്കും. നെക്സ്റ്റ് പിന്നെ വരുന്ന 91 മുതൽ 121 വരെയുള്ള ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് 1 ആണ് ഉണ്ടാവുക. 120 വരെ കേട്ടോ, 120 വരെയാണ് ലാംഗ്വേജ് 1. പിന്നെ 121 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് 2 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. നിങ്ങൾ ഏതാണ് ലാംഗ്വേജ് 1 ആയി സെലക്ട് ചെയ്തത്, ഏതാണ് ലാംഗ്വേജ് 2 ആയി സെലക്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഒരു ഹാൾ ടിക്കറ്റ്. ഇതിൽ നോക്കിയ ലാംഗ്വേജ് ഓഫേർഡ് 1, ലാംഗ്വേജ് ഓഫേർഡ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാംഗ്വേജ് 1 ഏതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷ് ആണ്. ലാംഗ്വേജ് 2 ഏതാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, മലയാളമാണ്. ഇവിടെ അപ്പൊ ഇംഗ്ലീഷ് എത്രയാണ് വരിക, ഇംഗ്ലീഷ് 91ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 120ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഏതായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നെ 121ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 150ാമത്തെ ക്വസ്റ്റ്യൻ വരെ മലയാളവുമായിരിക്കും. ഇങ്ങനെ ചൂസ് ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇനി നിങ്ങൾ പേപ്പർ 2 ആണ് ചൂസ് ചെയ്തതെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ വരികയാണ്, പേപ്പർ 2ന്റെ ആണ് പറയുന്നത്. ആദ്യത്തെ 30 മാർക്ക് ആസ് യൂഷ്വൽ എന്താണ്, CDPയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നത്തെ 31ാമത്തെ ചോദ്യം മുതൽ 60ാമത്തെ ചോദ്യം വരെ മാത്സ് ആയിരിക്കും ഉണ്ടാവുക, മാത്സ് ആണ് ഉണ്ടാവുക. പിന്നെ 61ാമത്തെ ചോദ്യം മുതൽ 90ാമത്തെ ചോദ്യം വരെ, 61ാമത്തെ ചോദ്യം മുതൽ 90ാമത്തെ ചോദ്യം വരെ സയൻസ് ആണ് ഉണ്ടാവുക. ഇനി ഇതല്ല, ഇനി നിങ്ങൾ SS ആണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ 31ാമത്തെ ചോദ്യം മുതൽ 90ാമത്തെ ചോദ്യം വരെയും SS തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വരുന്നത് 91 ആസ് യൂഷ്വൽ, നമ്മുടെ 120ാമത്തെ ചോദ്യം വരെ ഏതാണ്, ലാംഗ്വേജ് 1 ആണ് ഉണ്ടാവുക. പിന്നെ 121 മുതൽ 150 വരെ ലാംഗ്വേജ് 2 ആണ് ഉണ്ടാവുക. ഈ ഒരു ഭാഗത്ത് ഒരുപാട് പേര് തെറ്റ് വരുത്താറുണ്ട്. ഈ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് ഏത് ക്വസ്റ്റ്യൻ മുതൽ ഏത് ക്വസ്റ്റ്യൻ വരെയാണ് എന്നുള്ളതും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അടുത്തത് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളും, എന്തെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, അതുപോലെ എപ്പോഴാണ് നമ്മൾ എവിടെ എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ 9:30ക്കാണ് പേപ്പർ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 9:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ 2 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തിയിരിക്കുക. അവിടെ റിപ്പോർട്ട് ചെയ്യണം അല്ലെ. എക്സാം ഹാളിൽ 7:30 അങ്ങനെ വരുമ്പോൾ 7:30 നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയിരിക്കുക. ഇന്ന് തന്നെ നിങ്ങൾക്ക് എത്ര ദൂരമുണ്ട്, എപ്പോഴും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ക ആക്കി വെക്കുക. കാരണം CTET വളരെ സ്ട്രിക്റ്റ് ആണ്. 9:30 അവർ ഗേറ്റ് അടയ്ക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 9:30 ഗേറ്റ് അടയ്ക്കും. പിന്നെ അവര് എക്സാം ഹാളിലേക്ക് കയറ്റില്ല. പിന്നെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത്, ഹാൾ ടിക്കറ്റ് നിർബന്ധമാണ്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് ഇന്ന് തന്നെ എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു ഐഡന്റിറ്റി കാർഡ് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തായാലും മതി. പിന്നെ ഒരു ബോൾ പോയിന്റ് പെന്ന്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കുക. 2 പെണ്ണ് കയ്യിൽ വെച്ചോളൂ. രണ്ടും നിങ്ങൾ ബ്ലൂ എടുക്കണ വെച്ചാൽ 2 ബ്ലൂ തന്നെ എടുക്കുക. ബ്ലാക്ക് എടുക്കണ വെച്ചാൽ 2 ബ്ലാക്ക് തന്നെ എടുക്കുക കേട്ടോ.
അപ്പൊ ബോൾ പോയിന്റ് പെന്ന് തന്നെ വേണം നിങ്ങൾ കൊണ്ടുപോകാൻ. ജെൽ പെന്നോ ഇങ്ക് പെന്നോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് കൂടെ കരുതാൻ പറ്റുന്നത് ഒരു ബോട്ടിൽ വെള്ളമാണ്. വെള്ളം നിങ്ങൾക്ക് കരുതാം, പക്ഷേ ആ ബോട്ടിൽ ട്രാൻസ്പാരന്റ് ബോട്ടിൽ തന്നെ ആയിരിക്കണം. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ കൂടെ നമുക്ക് പെൻസിൽ, റബ്ബർ, സ്കെയിൽ അതൊന്നും വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം അവിടെ വരില്ല. നിങ്ങൾക്ക് വാച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അനലോഗ് വാച്ച് ആണെങ്കിലും ഡിജിറ്റൽ വാച്ച് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്ററും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങൾ മുൻപ് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുക. ഈ കേട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്